സ്മാർട്ട് ഫോൺ വാങ്ങാൻ പണം നൽകാത്തതിനെ തുടർന്ന് മുത്തച്ഛനെ കൊലപ്പെടുത്തിയ 12-കാരൻ പിടിയിൽ. ഉത്തർപ്രദേശിലെ പുരാനി ബസ്തിയിലെ വിരമിച്ച സൈനികനായ രാംപാന്തി പാണ്ഡെയാണ് കൊല്ലപ്പെട്ടത്. രാംപാന്തി പാണ്ഡെയ്ക്കൊപ്പമായിരുന്നു 12-കാരൻ താമസിച്ചിരുന്നത്. പണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ എപ്പോഴും വാക്കുതർക്കം ഉണ്ടാകുമായിരുന്നു. കൊലപാതകം നടന്ന ദിവസം മുത്തച്ഛനോട് മൊബൈൽ ഫോൺ വാങ്ങാനായി ചെറുമകൻ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ രാംപാന്തി പണം നൽകാൻ വിസമ്മതിച്ചതോടെ 12-കാരൻ ഇരുമ്പ് വടി ഉപയോഗിച്ച് മുത്തച്ഛനെ ആക്രമിക്കുകയായിരുന്നു. ചെറുമകനോടൊപ്പം സുഹൃത്തും ആക്രമണത്തിൽ പങ്കാളിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മുത്തച്ഛൻ രക്തം വാർന്ന് വീട്ടിൽ കിടക്കുന്നതാണ് താൻ കണ്ടതെന്ന് 12-കാരൻ എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. 12-കാരനെ കൂടാതെ 22-കാരനായിട്ടുള്ള സുഹൃത്തിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി സ്വന്തം മുത്തച്ഛനെ കൊലപ്പെടുത്തിയ 12 വയസ്സുകാരന്റെ സംഭവം ഈ വിഷയത്തിൽ ഏറെ ഗൗരവമുള്ളതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാൻ കഴിയില്ല, മറിച്ച് നമ്മുടെ സാമൂഹിക ഘടനയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള മാറ്റങ്ങളുടെ ഒരു ദുഃഖകരമായ പ്രതിഫലനം മാത്രമാണിത്. സാങ്കേതിക വിദ്യയുടെ സ്വാധീനം. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ ലോകം പ്രധാനമായും സാങ്കേതിക വിദ്യയെ ചുറ്റിപ്പറ്റിയാണ്. ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോണുകൾ, വീഡിയോ ഗെയിമുകൾ എന്നിവയെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഓൺലൈൻ ഗെയിമുകളിലെ അക്രമങ്ങൾ, സോഷ്യൽ മീഡിയയിലെ മത്സരബുദ്ധി എന്നിവ കുട്ടികളുടെ മാനസികാവസ്ഥയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. തനിക്ക് ആഗ്രഹിക്കുന്ന ഒരു വസ്തു ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ ചിലപ്പോൾ അത് അക്രമങ്ങളിലേക്ക് വഴിമാറാൻ കാരണമാകുന്നു. ഉത്തർപ്രദേശിലെ സംഭവം ഇതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്. ഒരു മൊബൈൽ ഫോൺ ലഭിക്കാതെ വന്നപ്പോൾ ഉണ്ടായ നിരാശയും ദേഷ്യവും ഒരു ജീവൻ എടുക്കാൻ ആ 12-കാരനെ പ്രേരിപ്പിച്ചിരിക്കുന്നു. കുടുംബങ്ങളിലെ വിള്ളലുകൾ കുട്ടികളിലെ അക്രമവാസനയുടെ മറ്റൊരു പ്രധാന കാരണം കൂടിയാണ്. തിരക്കേറിയ ജീവിതശൈലി കാരണം മാതാപിതാക്കൾക്ക് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു. ഇത് കുട്ടികളെ ഒറ്റപ്പെടുത്തുകയും അവർ സ്നേഹവും ശ്രദ്ധയും തേടി പുറത്തുള്ള തെറ്റായ സൗഹൃദങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യാം. മുത്തച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ 12-കാരനോടൊപ്പം 22 വയസ്സുകാരനായിട്ടുള്ള സുഹൃത്തും ഉണ്ടായിരുന്നു എന്നത് ഈ വിഷയത്തിന്റെ മറ്റൊരു വശം കാണിക്കുന്നു. കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പുതിയ തലമുറയിൽ പലപ്പോഴും സാമൂഹിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നു. മുതിർന്നവരോടുള്ള ബഹുമാനം, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം, സഹജീവികളോടുള്ള സ്നേഹം തുടങ്ങിയ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ അന്യമാവുന്നു. തനിക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്ന ചിന്താഗതി അത് അക്രമങ്ങളിലൂടെയാണെങ്കിൽ പോലും ചില കുട്ടികൾ ശക്തമായി വേരൂന്നുന്നു. ശരിയായ മൂല്യബോധം നൽകുന്ന വിദ്യാഭ്യാസം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ലഭിക്കാതെ വരുമ്പോൾ ഈ പ്രവണത കൂടുതൽ ശക്തമാവുന്നു. ഈ പ്രശ്നത്തിന് ഒറ്റപ്പെട്ട പരിഹാരങ്ങളില്ല. ഇത് സമൂഹം ഒന്നടങ്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിരുകളോടെയുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. കുട്ടികളുടെ സാങ്കേതിക വിദ്യ ഉപയോഗം മാതാപിതാക്കൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കണം. കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകുക. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. വീടുകളിലും വിദ്യാലയങ്ങളിലും മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള വിദ്യാഭ്യാസം നൽകുക. ഓരോ കുട്ടിയും നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയാണ്. അവരെ ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അല്ലാത്ത പക്ഷം ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കാം.